സ്വന്തം നിലയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങി പെന്തക്കോസ്ത് സഭ. 14 മണ്ഡലങ്ങളിൽ സഭാ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് യുണൈറ്റഡ് പെന്തക്കോസ്ത് കൗൺസിൽ ദേശീയ പ്രസിഡന്റ് ബാബു പറയത്തുകാട്ടിൽ ന്യൂസ് മലയാളത്തോട്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 14 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കാനായിട്ടാണ് ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. പാറശാല, നെയ്യാറ്റിൻകര, പത്തനാപുരം, കൊട്ടാരക്കര, അടൂര്, ആറന്മുള, റാന്നി, തിരുവല്ല, ചെങ്ങന്നൂര്, മാവേലിക്കര, കുട്ടനാട്, ചങ്ങനാശ്ശേരി, ഇടുക്കി, പീരുമേട് എന്നീ പ്രധാനപ്പെട്ട അസംബ്ലി മണ്ഡലങ്ങളിൽ ഞങ്ങൾ യുണൈറ്റഡ് പെന്തക്കോസ്ത് കൗൺസിൽ സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടിയ ഗവേണിംഗ് ബോഡി തീരുമാനിച്ചു. 45 അസംബ്ലി മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളാണ് പരിഗണിക്കുന്നത്. മുന്നണികൾ കേരളം മാറി മാറി ഭരിച്ചിട്ടും പെന്തക്കോസ്ത് സമുദായങ്ങൾക്ക് അർഹമായ പരിഗണന കിട്ടുന്നില്ലെന്നും ബാബു പറയത്തുകാട്ടിൽ ആരോപിച്ചു. കേരളത്തിലെ 25 ലക്ഷം പെന്തക്കോസ്ത് വിശ്വാസികളുണ്ട്. എന്നാൽ കേരളത്തിലെ പെന്തക്കോസ്ത് ഈ സമൂഹത്തിൽ നിന്ന് ഒരു MP-യോ ഒരു MLA-യോ വാർത്തെടുക്കാനായിട്ട് പെന്തക്കോസ്ത് സമൂഹത്തിന് സാധിച്ചിട്ടില്ല. അതുപോലെ കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ പെന്തക്കോസ്ത് സമൂഹത്തെ അവഗണിച്ചതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഭരിക്കുമ്പോഴും പെന്തക്കോസ്ത് സമുദായത്തിൽ നിന്ന് ബോർഡോ കോർപ്പറേഷനോ മറ്റ് ബോർഡ് മെമ്പർ സ്ഥാനങ്ങളോ പെന്തക്കോസ്ത് സമൂഹത്തിന് തന്ന് ഞങ്ങളെ മാനിച്ചിട്ടില്ല. ഇത്തരം ഒരു സാഹചര്യം സംജാതമായപ്പോൾ ഞങ്ങളെ പുനർചിന്തിക്കേണ്ടി വന്നു. ജനുവരി 28-ന് തിരുവല്ലയിൽ നടക്കുന്ന സംസ്ഥാന ഭാരവാഹികളുടെ മീറ്റിംഗിൽ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുമെന്നും ബാബു വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അനിൽ ജോർജിനോട് ചോദിക്കാം. കൊച്ചിയിൽ നിന്ന് അനിൽ ജോർജ് നമുക്കൊപ്പം തത്സമയമുണ്ട്. അനിൽ ജോർജ്, ഗുഡ് മോർണിംഗ്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കൊക്കെ സംസ്ഥാനം പോകുമ്പോൾ തീർച്ചയായും സഭകൾക്കും സമുദായ സംഘടനകൾക്കും മത സ്ഥാപനങ്ങൾക്കും ഒക്കെയും നിർണായകങ്ങളായ പങ്കുകളുണ്ട്. അവരുടെ പങ്കുകൾ വലുതുമാണ്, ശ്രദ്ധേയവുമാണ്. ഇപ്പൊ പെന്തക്കോസ്ത് സഭയുടെ നീക്കങ്ങൾ എങ്ങനെയാണ്? സേതു, ഗുഡ് മോർണിംഗ്. കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ ആളെണ്ണം കൊണ്ട് ഏതാണ്ട് വലിയ വലിപ്പമുണ്ട് പെന്തക്കോസ്ത് സഭകൾക്ക്. പക്ഷേ പെന്തക്കോസ്ത് സഭകൾക്കൊരു പൊതു പ്ലാറ്റ്ഫോമില്ലായിരുന്നു. അതിനാൽ തന്നെ അവർ അസംഘടിതരാണെന്ന് അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ യുണൈറ്റഡ് പെന്തക്കോസ്ത് അസോസിയേഷൻ എന്ന നിലയിൽ പെന്തക്കോസ്ത് സഭകൾക്ക് ഒരു പൊതുവേദി ഉണ്ടായിരിക്കുന്നു. അതിനൊരു ദേശീയ തലം ഉണ്ടായിരിക്കുന്നു. ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് അവർ കൃത്യമായ ഒരു വിലപേശലിന് ഇറങ്ങിയിരിക്കുന്നത്. ഇതാദ്യമായി ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ അവർ സ്ഥാനാർത്ഥികളെ നിർത്തും എന്ന്, അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു പങ്കാളിത്തത്തിലേക്ക് പെന്തക്കോസ്ത് സഭകൾ മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് ഉടനീളം ഏതാണ്ട് 25 ലക്ഷത്തിന് മുകളിൽ വിശ്വാസികൾ പെന്തക്കോസ്ത് സമൂഹത്തിലുണ്ട് എന്ന് ക്രൈസ്തവ സഭകൾ തന്നെ കണക്കാക്കുന്നുണ്ട്. അതായത് ഓർത്തഡോക്സ് യാക്കോബായ സഭകളേക്കാൾ കൂടുതൽ അംഗങ്ങൾ ഈ വിഭാഗത്തിലുണ്ട് എന്ന് സഭകൾ തന്നെ കണക്കാക്കുന്നുണ്ട്. ഇതിൽ 14 മണ്ഡലങ്ങൾ, കേരളത്തിലെ 14 മണ്ഡലങ്ങളിൽ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സര രംഗത്ത് നിലനിൽക്കാനാണ് അവരുടെ ഇപ്പോഴത്തെ തീരുമാനം. എന്നാൽ ഈ തീരുമാനം ജനുവരി 28-ന് തിരുവല്ലയിൽ ചേരുന്ന സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിന് ശേഷം മാത്രമേ ഒരു പൂർണ്ണമായ ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ. സംസ്ഥാനത്ത് വിവിധ മണ്ഡലങ്ങളിൽ ജയപരാജയങ്ങൾ കൃത്യമായി നിർവചിക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള സംഘടിത ബലമുണ്ട് എന്നവർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ സംസ്ഥാനത്തെ ഭരണത്തിൽ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ മേഖലകളിൽ അംഗീകാരം ലഭിക്കുമ്പോൾ തങ്ങൾക്ക് ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് പെന്തക്കോസ്ത് വിശ്വാസികൾ പറയുകയും ചെയ്യുന്നു. ഇത് ആദ്യമായി പെന്തക്കോസ്ത് സഭാ സമൂഹം രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയും. ഓക്കെ, ശരി അനിൽ, ശരി. അപ്പോൾ അനിൽ ജോർജാണ് ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.